വളരെ പ്രധാനപ്പെട്ട റിപ്പോർട്ടിലേക്ക്. ഡൽഹിയിലെ പാകിസ്ഥാൻ ഹൈക്കമ്മീഷനിലെ ഉദ്യോഗസ്ഥരെ പുറത്താക്കി ഭാരതം. ഔദ്യോഗിക പദവിക്ക് യോജിക്കാത്ത പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടത് വ്യക്തമായതോടെയാണ് ഉദ്യോഗസ്ഥനെ പുറത്താക്കിയിരിക്കുന്നത്. പുറത്താക്കിയ ഉദ്യോഗസ്ഥന്റെ പേര് വിവരങ്ങൾ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. ഉദ്യോഗസ്ഥരോട് 24 മണിക്കൂറിനുള്ളിൽ രാജ്യം വിടാൻ നിർദ്ദേശം നൽകിയിരിക്കുന്നു. ഗൗതം അനന്ത നാരായണൻ ചേരുന്നു ഡൽഹിയിൽ നിന്ന്. ഗൗതം, ഡൽഹിയിലെ പാകിസ്ഥാൻ ഹൈക്കമ്മീഷനിലെ ഉദ്യോഗസ്ഥനാണ് ഇപ്പോൾ പുറത്താക്കിയിരിക്കുന്നത്. ഉദ്യോഗസ്ഥൻ ആരെന്നോ മറ്റു പേര് വിവരങ്ങളോ ഈ ഒരു ഘട്ടത്തിൽ പുറത്തുവിട്ടിട്ടില്ല. ഔദ്യോഗിക പദവിക്ക് യോജിക്കാത്ത ചില പ്രവർത്തനങ്ങളിൽ ഉദ്യോഗസ്ഥൻ ഏർപ്പെട്ടു എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ പുറത്താക്കിയിരിക്കുന്നത്. മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ്? ദേവിക, ഓപ്പറേഷൻ സിന്ദൂരിന്റെ ഭാഗമായുള്ള നയതന്ത്ര തലത്തിൽ കൂടിയുള്ള ചില നീക്കങ്ങൾ ഭാരതത്തിന്റെ ഭാഗത്തു നിന്നും തുടരുകയാണ്. ഈ പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ആദ്യം സൈനിക നടപടിയല്ല ഭാരതം നടത്തിയത്, മറിച്ച് നയതന്ത്ര തലത്തിൽ പാകിസ്ഥാനെ വലിയ തിരിച്ചടി ആദ്യഘട്ടത്തിൽ തന്നെ നൽകിയിരുന്നു. ഏപ്രിൽ 23 തന്നെ ഡൽഹിയിലെ പാക് ഹൈക്കമ്മീഷനിലെ ഈ സൈനിക ചുമതലയുള്ള ആളുകൾക്ക് ആ പദവി റദ്ദാക്കിക്കൊണ്ടുള്ള ചില നീക്കങ്ങൾ നടത്തി. അതിനുശേഷം ഈ പാക് ഹൈക്കമ്മീഷനിലെ പല ഉദ്യോഗസ്ഥരോടും അന്ന് തന്നെ തിരിച്ച് പാകിസ്ഥാനിൽ പോകണം എന്ന നിർദ്ദേശം നൽകിയിരുന്നു. ഇത് കൂടാതെയാണ് ഇപ്പോൾ പാക് ഹൈക്കമ്മീഷനിലെ ഒരു മുതിർന്ന ഉദ്യോഗസ്ഥനോട് 24 മണിക്കൂറിനകം ഭാരതം വിടണം എന്ന ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചിരിക്കുന്നത്. എന്തായാലും ഈ പഹൽഗാമിൽ ഭീകരാക്രമണവും അതിനുശേഷം ഭാരതം നടത്തിയിട്ടുള്ള ഈ ഓപ്പറേഷൻ സിന്ദൂർ അത് കഴിഞ്ഞ് പിന്നീട് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വലിയ ഏറ്റുമുട്ടലിലേക്ക് കാര്യങ്ങൾ പോയതെല്ലാം നമ്മൾ കണ്ടതാണ്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ പാക് ഹൈക്കമ്മീഷനിലെ മുതിർന്ന ഉദ്യോഗസ്ഥനെ തന്നെ പുറത്താക്കിക്കൊണ്ടുള്ള മറ്റൊരു നീക്കം ഭാരതത്തിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിരിക്കുന്നത്. ഡൽഹിയിലെ പാകിസ്ഥാൻ ഹൈ കമ്മീഷനിലെ ഉദ്യോഗസ്ഥനെ ഭാരതം പുറത്താക്കി. ഔദ്യോഗിക പദവിക്ക് യോജിക്കാത്ത പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു എന്ന് വ്യക്തമായതോടെയാണ് ഉദ്യോഗസ്ഥനെ പുറത്താക്കിയിരിക്കുന്നത്. പുറത്താക്കിയ ഉദ്യോഗസ്ഥന്റെ പേര് വിവരങ്ങൾ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. ഉദ്യോഗസ്ഥനോട് 24 മണിക്കൂറിനുള്ളിൽ രാജ്യം വിടാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ ഇനി വരുന്ന ഘട്ടങ്ങളിൽ പുറത്തേക്ക് വരുമെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഗൗതമാണ് വിവരങ്ങൾ നൽകിയത്.